ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരികയാണ്. മൻമോഹൻ സിംഗിനോട് സർക്കാർ അനാദരവ് കാട്ടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ബിജെപിയുടെ മറുപടി. ഈ പ്രതിപക്ഷ ആരോപണങ്ങളെ അതേ രീതിയിൽ തന്നെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ പാർട്ടി പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി നേതാക്കൾ എല്ലാവരും നിലവിൽ കോൺഗ്രസിലും അതുപോലെ മറ്റ് നേതാക്കൾക്കെല്ലാം തന്നെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള വിവരം. ഈ ഇന്നലെ ഉണ്ടായ സംസ്കാര ചടങ്ങുകളിലെ ഓരോരോ പ്രശ്നങ്ങളും അക്കമിട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം പവൻ ഖേര, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ എല്ലാവരും. അത് ഈ സ്മാരകം ഒരുക്കി നൽകുന്നതിൽ മാത്രമല്ല, ഇന്നലെ നടന്ന ആ നിഗംബോധ് ഘാട്ടിലെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഉണ്ടായ സംഭവങ്ങളും, പ്രത്യേകിച്ചും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായ ദൂരദർശൻ ചാനലിൽ പൂർണ്ണമായിട്ടുള്ള സമയവും പ്രധാനമന്ത്രിയെ കാണിച്ചു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ കൃത്യമായിട്ടുള്ള കസേരകൾ ഉണ്ടായിരുന്നില്ല. ഈ ചിത കൊളുത്തുന്ന സമയത്ത് അവിടേക്ക് കയറി നിൽക്കാൻ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സ്ഥലം ഒരുക്കിയതില്ല. വലിയ രീതിയിലുള്ള സൈനിക കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. തുടങ്ങിയ കുറ്റങ്ങൾ, ആ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ിട്ട് നിരത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പവൻ ഖേര അടക്കമുള്ള നേതാക്കൾ. അതിനോടൊപ്പമാണ് ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി തന്നെ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ സ്മാരക വിവാദത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ബിജെപിക്കെതിരെ രൂക്ഷമായി ഉന്നയിക്കാൻ തുടങ്ങിയത്. അതോടെ വീണ്ടും കോൺഗ്രസിനെ ലക്ഷ്യമിട്ട്, കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് JP നദ്ദ മുതൽ BJP ദേശീയ അധ്യക്ഷൻ മുതൽ ഓരോ നേതാക്കളും എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും PV നരസിംഹറാവു, അത് മുൻ പ്രധാനമന്ത്രിയാണ്, കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിനോട് കോൺഗ്രസ് കാണിച്ച അനാദരവ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അവിടെ BJP ഒരു പ്രതിരോധം സൃഷ്ടിച്ചത്. ഈ കാര്യത്തിൽ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തന്നെയാണ് BJP നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും സ്മാരകത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു സ്ഥലം അത് ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതും കുടുംബമായിട്ടും കോൺഗ്രസ് നേതാക്കളുമായിട്ടെല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ സംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘാട്ടിൽ നടത്തുകയാണെങ്കിലും കോൺഗ്രസ് മറ്റ് എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് കടക്കുമോ? അതായത് എന്തെങ്കിലും പ്രതിഷേധമോ ധർണയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു പ്രതിഷേധ മാർച്ച് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് എന്തായാലും ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. പ്രത്യേകിച്ചും അടൽ ബിഹാരി വാജ്പേയിയുടെ അടക്കം സ്മാരകം ഈ രാജ്ഘട്ടിന് സമീപത്ത് പണിതതും മൻമോഹൻ സിംഗിനെ അനുവദിക്കാത്ത കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു കാട്ടിക്കൊണ്ടായിരിക്കും ആ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുക. പക്ഷെ അതിൽ വരും ദിവസങ്ങളിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം രാഹുൽ ഗാന്ധിയുടെയോ മല്ലികാർജുൻ ഖാർഗെയുടെയോ എല്ലാം തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. പക്ഷെ അതുവരെയും നിലവിൽ BJP നടത്തിയ അല്ലെങ്കിൽ BJP നടത്തിയെന്ന് ആരോപിക്കുന്ന പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് BJP ചെറുക്കുന്നുമുണ്ട്. പ്രത്യേകിച്ചും കുടുംബമായിട്ടും മറ്റു കോൺഗ്രസ് നേതാക്കളുമായിട്ടും കൂടിയാലോചിച്ച് ഒരു സ്മാരകം പണിയാനുള്ള സ്ഥലം അത് നേരത്തെ റിസർവ് ചെയ്തിട്ടുണ്ട്, അത് നൽകിയിട്ടുണ്ട്. ട്രസ്റ്റ് രൂപീകരിച്ച് അതിനുള്ള മറ്റ് സമയക്രമങ്ങൾ, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എന്നുള്ളതാണ് BJP പറയുന്നത്. അപ്പോഴും മുൻകാലങ്ങളിലെ കോൺഗ്രസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അവർ വലിയ രീതിയിൽ തന്നെ ആരോപണങ്ങൾ ശക്തമാക്കുന്നുമുണ്ട് കോൺഗ്രസിനെതിരെ.